ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിന്റെ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വിജയുടെ ലിയോ എന്ന സിനിമയുടെ കേരള FT റെക്കോർഡ് കളക്ഷൻ മറികടക്കാനാകുമോ എന്നൊരു ചോദ്യത്തിന് ഉത്തരമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഉറപ്പിച്ചു പറയാം, ലിയോ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള റെക്കോർഡ് കളക്ഷൻ ഉറപ്പായിട്ടും എമ്പുരാൻ മറികടക്കുമെന്ന്. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന സിനിമ ഇപ്പോഴത്തെ ലിയോയുടെ ഫൈനൽ കേരള പ്രീസെയിൽ കളക്ഷനും അതോടൊപ്പം തന്നെ ഫൈനൽ കേരള പ്രീസെയിൽ ഫുട്ഫോൾസ് കണക്കുകളും ഇപ്പോഴത്തെ മറികടന്നിരിക്കുകയാണ്. എമ്പുരാൻ എന്ന സിനിമയുടെ കേരള പ്രീസെയിൽ ഏകദേശം 9 കോടിയിലേക്ക് എടുക്കുന്നു. 1.5 വർഷം മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ലൊക്കേഷന്റെ വിജയ് നായകനായി എത്തിയ ലിയോ എന്ന സിനിമ 8.81 ലക്ഷം രൂപയായിരുന്നു ഫാൻ ഷോ കൗണ്ട് കൂട്ടാതെ സിനിമ അന്ന് പ്രീസെയിൽ കളക്ഷനായിട്ട് ഫൈനലായിട്ട് കേരളത്തിൽ നേടിയെടുത്തത്. ആ കളക്ഷനാണ് ഇനിയും റിലീസിന് 5 ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ എമ്പുരാൻ മറികടന്നിരിക്കുന്നത്. എമ്പുരാന്റെയും ഫാൻ ഷോ കൗണ്ട് കളക്ഷൻ കൂട്ടാതെയുള്ള കളക്ഷനാണ് ഈ പറഞ്ഞ 9 കോടിയോളം കളക്ഷൻ എന്ന് പ്രത്യേകം എടുത്ത് പറയട്ടെ. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ 10 കോടി സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ കടക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമാണ് നിലവിലെ ട്രെൻഡ് വെച്ച് നാം കാണുന്നത്. ഇതിനിടയിൽ ലിയോയുടെ ആദ്യ ദിവസത്തെ കേരള ഫൈനൽ ഗ്രോസ് കളക്ഷൻ 12 കോടിയാണല്ലോ. ആ കളക്ഷൻ എല്ലാം തന്നെ എമ്പുരാൻ മറികടക്കും നിസ്സാരമായിട്ടെന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാവുന്ന സമയമാണ്. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിലൂടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 30 കോടിയിലേക്ക് അടുക്കുന്നു എന്നാണല്ലോ പ്രേക്ഷകരെ അറിയിച്ചത്. ഇപ്പോഴത്തെ 30 കോടി വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ സിനിമ മറികടന്നിരിക്കുന്നുവെന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അങ്ങനെ മലയാളത്തിന്റെ ആദ്യത്തെ 30 കോടി വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുന്ന സിനിമയായിട്ട് എമ്പുരാൻ മറികടഞ്ഞിരിക്കുകയാണ്. മരിക്കാറിന്റെ 20 കോടി കളക്ഷൻ റെക്കോർഡ് പൊട്ടിച്ചാണ് മലയാള സിനിമയിൽ പൊതുചരിത്രം എമ്പുരാൻ കുറിച്ചിരിക്കുന്നത്. എമ്പുരാന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എവിടെ ചെന്ന് നിൽക്കുമെന്നാണല്ലോ ഇപ്പോഴും ഒരുപാട് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. നിലവിലെ ട്രെൻഡ് വെച്ചെല്ലാം തന്നെ 40 കോടി നിസ്സാരമായിട്ട് മറികടക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമ 50 കോടി നേടിയെടുക്കുമോ എന്നായിരുന്നല്ലോ ഇന്നലെ രാത്രിയിലെ നമ്മുടെ ചാനലിലെ ഒരു വിഷയം. ഇപ്പോഴത്തെ തെലുങ്കിലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു സിനിമാ ചാനലായ ആന്ധ്ര ബോക്സ് ഓഫീസ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 55-60 കോടി റേഞ്ച് വരെ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം വേൾഡ് വൈഡ് കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പുറത്തുവിടുന്ന റിപ്പോർട്ട്. വിദേശത്ത് ഇന്ന് വരെയുള്ള പ്രീസെയിൽ റിപ്പോർട്ട് പ്രകാരം $2.25 മില്യൺ ആണ് സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ. അതായത് 20 കോടിക്ക് അടുത്ത് ഗ്രോസ് കളക്ഷൻ. ഓവർസീസിൽ മാത്രം ആദ്യ ദിവസം 40 കോടി കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള 20 കോടി നമ്മുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ സിനിമ നേടിയെടുക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അതിന് നമ്മുടെ അന്യഭാഷാ സിനിമാ പ്രേമികൾ കനിയണം. നിലവിൽ ഇന്ത്യയിൽ മാത്രം 10-12 കോടി റേഞ്ചിലേക്ക് സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ കടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ വമ്പൻ വാർത്തകൾക്ക്.